വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഡിഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് നമുക്ക് പുളിയിഞ്ചി റെഡിയാക്കി എടുക്കണം. ആദ്യം പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ഉലുവ, കടുക്, കറിവേപ്പില, പിന്നെ വേണ്ടത് 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുള്ളത് ഇഞ്ചിയാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 6 എടുത്തത്, അല്ലെങ്കിൽ ഒരു 10 വരെ എടുക്കാം. അപ്പം പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പുളിയിഞ്ചിക്ക് ഇനി പുളി വേണം. പുളി നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കാം. ഒരു 3 ചെറുനാരങ്ങൻ്റെ അത്രയും വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണയിലും തെളിഞ്ഞ് നല്ല ഇഞ്ചി നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. പുളി 2 കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടിയാലും സാരമില്ല, അത് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകാൻ. ഇതിലേക്ക് തന്നെ 2 ആണി വെല്ലം ഇട്ട് കൊടുക്കണം. വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര. അപ്പം 2 ആണി വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൽ കൂടുതലുണ്ടാവും. കുറച്ച് വലിയ സൈസ് വെല്ലമാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. അപ്പം പുളിയിഞ്ചി നന്നായിട്ട് വറ്റി എണ്ണയിലും തെളിഞ്ഞ് വന്ന് പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പുളിയിഞ്ചി മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുളിയിഞ്ചിയാണ്. ചിക്കനിൽ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്താൽ മതി. ഏത് പീസാലും സാരമില്ല. എന്നാലും ഈ കൈൻ്റെ ഈ ഭാഗം വരുമ്പോൾ ഈ ഭാഗം എടുക്കുന്നതാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ഉണ്ടാവും. ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിയിഞ്ചി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം കുറച്ച് പുളിയിഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും പുളിയിഞ്ചി ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള അതിന് ആ ചിക്കനിൽ കോട്ട് ചെയ്യുന്ന അത്രയും ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് അത്രയും പുളിയിഞ്ചി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പുളിയിഞ്ചി എല്ലാ ഭാഗത്തും നല്ലോണം മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പൊരിച്ച ചിക്കനും പുളിയിഞ്ചിയും കൂടി മിക്സായിട്ട് വരുമ്പം തന്നെ നല്ല മണമുണ്ട്, നല്ല കാണാനും നല്ല രസമുണ്ട്. നല്ലോണം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കണം. പുളിയിഞ്ചിയും ചിക്കൻ ഫ്രൈയും ഈ എള്ളെല്ലാം കൂടിയിട്ട് വരുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കാത്തൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഒന്നും കൂടി അതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.